നമസ്കാരം. പ്രധാന വാർത്തകൾ. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യമേഖലയുടെ സത്യാവസ്ഥയെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്. സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ സംബന്ധിച്ച മന്ത്രിയുടെ പ്രതികരണത്തിലൂടെ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയുടെ അവസ്ഥ വ്യക്തമായി. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ സ്വാഗതം ചെയ്ത് UDF കൺവീനർ അടൂർ പ്രകാശ്. ഒരു വാതിലും അടഞ്ഞിട്ടില്ല. LDFിലെ പല ഘടകകക്ഷികളും ഉടൻ UDFിലെത്തുമെന്നും അടൂർ പ്രകാശ്. ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കോൺഗ്രസ്. കെപിസിസി ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി ജില്ലാ താലൂക്ക് ആശുപത്രികളിലേക്ക് നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രതിഷേധ മാർച്ച്. PR വർക്കിലൂടെ ഊതിപ്പെരുപ്പിച്ച ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന വീമ്പ് പറച്ചിൽ അങ്ങേയറ്റം അപഹാസ്യമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സ്വകാര്യ ബസ് സമരം യാത്രക്കാരെ വലച്ചു. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ യാത്രാക്ലേശം രൂക്ഷമായി. അധിക സർവീസുമായി KSRTC. സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിലേക്ക് ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും മാർച്ച്. സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ട്രാൻസ്പോർട്ട് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ബസ് വ്യവസായത്തെ തകർക്കുന്നതെന്ന് സമരസമിതി. രാജ്യത്തെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് അർദ്ധരാത്രി മുതൽ. ജൂലൈ 9 അഖിലേന്ത്യാ പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ. 25 കോടി തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് സമരസമിതി. കേരളത്തിൽ ഭരണാനുകൂല പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ പണിമുടക്കുന്നത് പ്രത്യേകമായി. INTUC ഉൾപ്പെടെ UDF അനുകൂല സംഘടനകൾ സംസ്ഥാന സർക്കാരിനെതിരെയും പ്രതിഷേധമുയർത്തും. കൊടകര കുഴൽപ്പണക്കേസിൽ PMLA കോടതിയെ സമീപിക്കുമെന്ന് BJP മുൻ തൃശൂർ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. തന്റെ വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞ തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് PMLA കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചതെന്നും സതീഷ്. നേരത്തെ സതീഷ് ആരോപിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ മെറ്റീരിയൽ എന്ന പേരിൽ BJP ഓഫീസിലേക്ക് ചാക്കുകെട്ടുകളിൽ പണമെത്തിച്ചെന്ന്. വാർത്തകൾ വിശദമായി. മന്ത്രി സജി ചെറിയാന്റെ വാക്ക് കേരളത്തിലെ ആരോഗ്യമേഖലയുടെ സത്യാവസ്ഥയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മന്ത്രിയുടെ പ്രതികരണത്തിലൂടെ കേരളത്തിലെ ആരോഗ്യമേഖല എന്തെന്ന് വ്യക്തമായി. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയാണ് ജീവൻ നിലനിർത്തിയതെന്നായിരുന്നു പത്തനംതിട്ടയിൽ മന്ത്രിയുടെ പരാമർശം. മന്ത്രി സമ്മതിച്ച കാര്യം ഇനി തെളിയിക്കപ്പെടേണ്ടതില്ല. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ കടുത്ത ശോചനീയാവസ്ഥയിലാണ്. ആരോഗ്യമേഖലയിലെ തകർച്ചയിൽ UDF പ്രതിഷേധം ശക്തമാക്കും. മന്ത്രി സജി ചെറിയാൻ തന്നെ പരസ്യമായിട്ട് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു. സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം തെളിവുകൾ ഒന്നൊന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് യൂറോളജിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ, ഏറ്റവും സേവന തൽപരനായ ഒരു ഡോക്ടർ തന്നെയാണ് ഹാരിസ് ഹസൻ അവിടുത്തെ ആശുപത്രിയുടെ ദയനീയാവസ്ഥ വെളിപ്പെടുത്തിയത്. അതിനെ ഗവൺമെൻറ് നല്ല നിലയിൽ സ്വീകരിക്കും, തിരുത്തൽ വരുത്തുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ നിലപാട് മറിച്ചായിരുന്നു. മുഖ്യമന്ത്രി ആ ഡോക്ടറെ ശാസിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് ശ്രമിച്ചത്. അതിനുശേഷമാണ് കോട്ടയത്ത് ദുരന്തമുണ്ടായത്. ഒരു വീട്ടമ്മ മരിക്കാനിടയായ സാഹചര്യം. അവിടെയും മന്ത്രിമാർ സ്വീകരിച്ച നിലപാടെന്തെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. 2.25 മണിക്കൂർ നേരം ബിന്ദു എന്ന വീട്ടമ്മ ചെളിയിൽ മണ്ണിൽ അമർന്ന് കടന്ന് ശ്വാസം മുട്ടി മരിച്ചു. ഇപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. അതിനിടയിൽ സജി ചെറിയാൻ അറിയാതെ അബദ്ധത്തിൽ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ സർക്കാർ ആശുപത്രിയിൽ നഷ്ടപ്പെടുമായിരുന്നു, നിലനിർത്താൻ സാധിച്ചത് സ്വകാര്യ ആശുപത്രിയിലെ സേവനം കൊണ്ടാണ് എന്ന്. അപ്പം ഗവൺമെൻറ് കൊട്ടിഘോഷിക്കുന്ന ഗുണഫലങ്ങൾ സർക്കാർ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നില്ല എന്ന മന്ത്രിയുടെ സമ്മതം തന്നെ ഏറ്റവും വലിയ തെളിവാണ്. കേരളത്തിൽ മെച്ചപ്പെട്ട സൗകര്യമുണ്ടായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകേണ്ടി വരില്ലായിരുന്നെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കേരളത്തിൽ നല്ല ചികിത്സാ സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ചികിത്സ തേടുമല്ലോ. അപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ ചികിത്സാർത്ഥമുള്ള വിദേശയാത്രയും വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ സമ്മതിക്കുകയാണ്. ഞങ്ങൾ നിയമസഭയിൽ എന്നോടൊപ്പമുള്ള ശ്രീ PC വിഷ്ണുനാഥ് MLA ഈ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ സംബന്ധിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ഗവൺമെൻറ് അത് ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെങ്കിൽ ഈ വിഷയം സഗൗരവം പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ അത് കേൾക്കാനും മനസ്സിലാക്കാനും തെറ്റുകൾ തിരുത്താനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും തയ്യാറായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള ഈ സംഭവം ഉണ്ടാകുമായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ സ്വാഗതം ചെയ്ത് UDF കൺവീനർ അടൂർ പ്രകാശ്. ഒരു വാതിലും അടഞ്ഞിട്ടില്ല. LDFിലെ പല ഘടകകക്ഷികളും UDFിൽ എത്തുമെന്നും അടൂർ പ്രകാശ് തൃശൂരിൽ പറഞ്ഞു.
കേരള കോൺഗ്രസ് UDF-ലെത്താൻ യോഗ്യരാണെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. കേരള കോൺഗ്രസ് UDF-ലെത്തുന്നതിന് ഒരു തടസ്സവുമില്ല. LDF-ന്റെ ഘടകകക്ഷികളെ UDF-ലെത്തിക്കാൻ പല തന്ത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. സമയമാകുമ്പോൾ എല്ലാം പറയുമെന്നും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ സ്വാഗതം ചെയ്യുന്നതായും UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. ആ തന്ത്രങ്ങളെല്ലാം നിങ്ങളടുത്ത് ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ല. എന്തായാലും വരുന്ന 2026 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF-നോടൊപ്പം പല കക്ഷികളും എത്തിച്ചേരും. വാതിൽ എങ്ങനെ തുറക്കണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ UDF കൂടിയിരുന്ന് ആലോചിക്കും. മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. ആ മുതിർന്ന നേതാക്കന്മാരെല്ലാവരുമായി ചർച്ച ചെയ്ത് അതിനുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങളെത്തും. ഈ കേരള കോൺഗ്രസ് മാണി ഈ UDF-ലേക്ക് വരുന്നതിന് അനഭിമതമായ കക്ഷിയേ അല്ല. തടസ്സമുണ്ടെന്ന് ആര് പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല തടസ്സമുണ്ട് എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നോടൊപ്പം പല കക്ഷികളും വരും. അത്രേ മാത്രം അറിയാവൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. PR വർക്കിലൂടെ കെട്ടിപ്പൊക്കിയ ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന പരാമർശം ഇന്ന് അങ്ങേയറ്റം പരിഹാസ്യമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആരോഗ്യമേഖലയുടെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ച് പാലക്കാട്, മലമ്പുഴ നിയോജകമണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി നടത്തിയ പാലക്കാട് ജില്ലാ ആശുപത്രി മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. സംസ്ഥാനത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ദുരവസ്ഥയിലാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പല ആരോഗ്യ കേന്ദ്രങ്ങളിലും മതിയായ ഭൗതിക സാഹചര്യങ്ങളില്ലാതെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. ആവശ്യത്തിന് കെട്ടിടങ്ങളില്ലാതെയും ഡോക്ടർമാരില്ലാതെയും നഴ്സുമാരില്ലാതെയും പാരാമെഡിക്കൽ ജോലിക്കാരില്ലാതെയും ജനങ്ങൾ വലയുമ്പോൾ സംസ്ഥാന ഭരണകൂടം തങ്ങളുടെ PR വർക്കിലൂടെ കെട്ടിപ്പൊക്കിയ 1-ാം നമ്പർ സ്ഥാനവും മുറുകെ പിടിച്ചിരിക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി PV രാജേഷ്, ജില്ലാ കോൺഗ്രസ് സെക്രട്ടറിമാരായ C ബാലൻ, V രാമചന്ദ്രൻ, KPCC അംഗങ്ങളായ P നന്ദബാലൻ, KA കുമാരി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ PK പ്രിയകുമാർ, K രാധാകൃഷ്ണൻ, PK വാസു, UDF നിയോജകമണ്ഡലം ചെയർമാൻമാരായ സുധാകരൻ പ്ലാക്കാട്ട്, ഹരിദാസ് മച്ചിങ്ങൽ, K കോയക്കുട്ടി, മണ്ഡലം പ്രസിഡന്റുമാരായ രമേഷ് പുത്തൂർ, S സേവിയർ, അനിൽ ബാലൻ, SM താഹ, ഷൈജു സത്യൻ, ബഷീർ പൂച്ചിറ, ഉദയകുമാർ പാലാഴി, കൊടുമ്പ് ഭാസ്കരൻ, അബ്ദുൽ ഖാദർ മാത്തൂർ, ഇസ്മായിൽ പിരായിരി, പ്രസാദ് കിണാശ്ശേരി, KN ബഷീർ, ഷിജു മലമ്പുഴ, കൃഷ്ണകുമാർ അകത്തേത്തറ, D രമേഷ്, MC സജീവൻ, K ബലറാം, H സത്താർ, ജവഹർ രാജ്, K ഭവദാസ്, D ഷജിത് കുമാർ, സാജോ ജോൺ, മൻസൂർ മണലാഞ്ചേരി, മിനി ബാബു, ശൈലജ കോനാത്തുപറമ്പ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിന്റെ ആരോഗ്യമേഖലയെ സർക്കാർ തകർക്കുകയാണെന്നാരോപിച്ച് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് മാർച്ച്. ഒറ്റപ്പാലം ഷൊർണൂർ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ബഹുജന മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത്. ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രി പരിസരത്ത് പോലീസ് തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. ധർണ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബഡ്ജറ്റിൽ വകയിരുത്തിയതും സപ്ലിമെന്ററി ബഡ്ജറ്റുമായി ഒക്കെ തന്നെ നിരവധിയായ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകി ബഡ്ജറ്റിൽ ഫണ്ട് അനുവദിച്ചിരുന്നത് പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമാണ്. വിദ്യാഭ്യാസ രംഗത്ത് കൊളായി, അതിൻ്റെയൊക്കെ ഞാൻ കടക്കാർ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. പ്രിയപ്പെട്ട ഹരിഗോവിന്ദൻ മാഷൊക്കെ വിദ്യാഭ്യാസ മേഖലയെ നിരന്തരമായ പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങളുമായി നടക്കുന്ന പ്രിയപ്പെട്ട നേതാവാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെയുള്ള കേരളത്തിലെ മറ്റെല്ലാ മേഖലകളും തകർന്ന് ഏറ്റവും ശോച്യമായ ഒരു സംസ്ഥാനമായി നമ്പർ 1 ഇപ്പോൾ എല്ലാത്തിലും മോശമായതിനുള്ള സർട്ടിഫിക്കറ്റാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് നൽകേണ്ടത്. അപ്പോൾ ആരോഗ്യരംഗത്ത് മെഡിക്കൽ കോളേജുകളിൽ നൽകിയിരുന്ന
ഫണ്ട് വെട്ടിക്കുറച്ചുകൊണ്ട് ഇവിടെ എൻ്റെ സ്നേഹിതൻ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതിന് ഫലമായി നമ്മുടെ മെഡിക്കൽ കോളേജിൽ വരുന്ന പാവപ്പെട്ട സാധാരണക്കാരായ രോഗികൾക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ, അവിടെ സിറിഞ്ചില്ല, പഞ്ഞി പോലുമില്ല, അവിടെ വരുന്ന രോഗികളോട് നിങ്ങൾ പുറത്തു വാങ്ങി വരാൻ പറയും, എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ ഉപകരണങ്ങളും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ രോഗികൾ ജീവനോട് മല്ലിടുന്ന ഒരവസ്ഥ വിശേഷം ഉണ്ടായപ്പോൾ നിവൃത്തിയില്ലാതെ അവിടെ ഒരു ഡോക്ടർ പ്രതികരിക്കേണ്ടി വന്നു. അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നതിന് ഫലമായിട്ട് കേരളത്തെ ഇന്നത്തെ ആരോഗ്യരംഗത്തെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ PR വർക്കിലൂടെ ഗതിഗംഭീരമാണ് എന്ന് കൊട്ടിഘോഷിക്കുന്ന ഈ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ ചിത്രം ഇപ്പോൾ മുഖംമൂടി പുറത്തറിഞ്ഞിരിക്കുകയാണ്. ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, സെക്രട്ടറിമാരായ VKP വിജയനുണ്ണി, O വിജയകുമാർ, സത്യൻ പെരുമ്പറക്കോട്, K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, TY ഷിഹാബുദ്ദീൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ TK ബഷീർ, P സുരേഷ്, ഷബീർ നീരാണി, മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ, UDF ചെയർമാൻ P ഗിരീഷ് മാസ്റ്റർ, P സ്വാമിനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സ്വകാര്യ ബസ് സമരം യാത്രക്കാരെ വലച്ചു. ഗതാഗത കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ ബസ് ഉടമ സംയുക്ത സമിതി സൂചന പണിമുടക്കുമായി മുന്നോട്ടു പോവുകയായിരുന്നു. 22 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക, 140 കിലോമീറ്ററിലധികം ഓടുന്ന ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കുക, ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന തീരുമാനം പിൻവലിക്കുക, ഉടമകൾക്ക് അമിത സാമ്പത്തിക ബാധ്യത വരുന്ന അശാസ്ത്രീയ തീരുമാനങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് ഉടമകളുടെ സൂചനാ പണിമുടക്ക്. ഗതാഗത കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്കുമായി മുന്നോട്ടു പോകാൻ സമരസമിതി തീരുമാനിച്ചത്. പണിമുടക്കിന് ആധാരമായ ആവശ്യങ്ങൾ സർക്കാരുമായി ചർച്ച ചെയ്ത് ഒരാഴ്ചക്കകം തീരുമാനം അറിയിക്കാമെന്ന കമ്മീഷണറുടെ നിലപാട് ബസ് ഉടമ സംയുക്ത സമരസമിതിക്ക് സ്വീകാര്യമായില്ല. സർക്കാർ നിഷേധാത്മക നിലപാട് തുടർന്നാൽ 22 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ബസ് സമരത്തെ തുടർന്ന് പാലക്കാട്, തൃശൂർ ജില്ലകളിൽ വലിയ രീതിയിലുള്ള യാത്രാക്ലേശമാണ് ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. സ്ത്രീ യാത്രക്കാരും വിദ്യാർത്ഥികളും ഏറെ വലഞ്ഞു. ഗ്രാമീണ സർവീസുകൾ മുടങ്ങിയത് വലിയ തിരിച്ചടിയായി. ഏറെ പേരും ഇരുചക്ര വാഹനങ്ങളെയാണ് ആശ്രയിച്ചത്. ഇരുചക്ര വാഹനങ്ങൾ സുലഭമായത് ഒരു പരിധിവരെ യാത്രക്കാർക്ക് സഹായകരമായി. KSRTCയും അധിക സർവീസുകൾ നടത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സർക്കാരിനെ താക്കീതായി പാലക്കാട് കളക്ടറേറ്റിലേക്ക് ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും മാർച്ച്. സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ട്രാൻസ്പോർട്ട് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുന്നതെന്ന് സംയുക്ത സമരസമിതി ആക്ഷേപിച്ചു. വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കണമെന്നും കരിനിയമങ്ങൾ പിൻവലിക്കണമെന്നതും ഉൾപ്പെടെ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടുകൾക്കുമേൽ സർക്കാർ അടയിരിക്കുന്നത് ലജ്ജാകരമാണ്. ഒരു ബസ് സർവീസ് നിലച്ചാൽ 4 തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാവുമെന്ന തിരിച്ചറിവില്ലാതെയാണ് ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുന്നത്. ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് വേണമെന്ന് ശുപാർശ ചെയ്ത ഉദ്യോഗസ്ഥരുടെ മാനസികാവസ്ഥ പരിശോധിക്കപ്പെടേണ്ടതാണെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. പ്രതിദിനം 100 രൂപയിലധികം ഡീസൽ ഈടാക്കിയാണ് ടാക്സ് 33 രൂപ കുറച്ചത്. മേനി പറയുന്നവർ മറ്റ് കരിനിയമങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ല. 37,000 ബസ് സർവീസ് ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 12,000-ൽ താഴെ സർവീസുകൾ മാത്രമാണുള്ളത്. ഇതിനുത്തരവാദി ഉദ്യോഗസ്ഥരും സർക്കാരുമാണ്. കേരളം വ്യവസായ സൗഹൃദമാണെന്ന സർക്കാരിൻ്റെ വാദം യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ലെന്നും പ്രതിഷേധ യോഗത്തിൽ പ്രസംഗിച്ച സംയുക്ത സമരസമിതി ജനറൽ കൺവീനർ ഗോപിനാഥ്, കൺവീനർ ഗോകുൽദാസ് എന്നിവർ പറഞ്ഞു. 26/6/2025 നമ്മുടെ തൃശ്ശൂരിൽ സംയുക്ത സമിതി യോഗം ചേരുകയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഈ വ്യവസായം ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് ഇതിൽ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കും വർഷങ്ങളായിട്ട് ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി തരണമെന്നും
ഞങ്ങളുടെ തൊഴിലാളികളുടെ മേൽ PCC എന്ന പേരിൽ അടിച്ചേൽപ്പിക്കുന്ന ഈ കരിനിയമം പിൻവലിക്കണമെന്നും ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന സ്പീഡ് ഗവർണറും GPS ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ അതിലെ കൃത്രിമത്വം ഒഴിവാക്കി ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റിത്തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ഒളിഞ്ഞും തെളിഞ്ഞും നിന്നുകൊണ്ട് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും പോലീസും ഹോംഗാർഡും എന്നിനേറെ പറയുന്നു പബ്ലിക്കിന്റെ ഫോണുകളിൽ നിന്ന് ഫോട്ടോ എടുത്ത് പോലും പരിവാഹൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിലേക്ക് നാം ചെല്ലുമ്പോൾ 35,000-ഉം 40,000-ഉം പിഴ ഈടാക്കുന്ന ഈ ചെല്ലാൻ സമ്പ്രദായത്തിൽ കാതലായ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും നമ്മൾ ഉന്നയിച്ച ഈ സമരത്തിന്റെ ആദ്യ ദിവസമാണ് ഇന്ന്. ജില്ലാ പ്രസിഡന്റ് കെ സത്യൻ, ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് AS ബേബി, വിദ്യാധരൻ, ബഷീർ, രാധാകൃഷ്ണൻ തുടങ്ങിയവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വകാര്യ ബസ് സമരത്തെ നേരിടാൻ അധിക സർവീസ് നടത്തി KSRTC. ഗ്രാമീണ മലയോര മേഖലകളിലേക്കുൾപ്പെടെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കൂടുതൽ സർവീസ് നടത്തിയിരുന്നു. പാലക്കാട്ട് നിന്ന് തൃശൂർ, കോയമ്പത്തൂർ, കോഴിക്കോട്, പട്ടാമ്പി റൂട്ടുകളിലാണ് KSRTC ചെയിൻ സർവീസ് നടത്തിയത്. തോലന്നൂർ, മലമ്പുഴ, ചെർപ്പളശ്ശേരി, കൊല്ലങ്കോട്, പഴയന്നൂർ, ചിറ്റൂർ ഭാഗങ്ങളിലേക്ക് ഒറ്റപ്പെട്ട സർവീസ് നടത്തുന്ന ഇടങ്ങളിലേക്കും സമരത്തെ നേരിടാൻ അധിക സർവീസ് നടത്തി. KSRTCയുടെ പാലക്കാട് മെയിൻ ഡിപ്പോയ്ക്ക് പുറമെ ചിറ്റൂർ, മണ്ണാർക്കാട്, പട്ടാമ്പി, വടക്കഞ്ചേരി സബ് ഡിപ്പോകളിൽ നിന്നും അധിക ജനത്തിരക്കേറിയ പ്രദേശങ്ങളെയും ഓഫീസ് സമയത്തെയും ബന്ധിപ്പിച്ച് സർവീസ് നടത്താനും അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ സ്വകാര്യ ബസ്സിൽ ബൈക്ക് ഇടിച്ച് 3 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. KVR സ്കൂളിന് മുന്നിൽ ഇന്നലെ വൈകിട്ട് 5:30യോടെയായിരുന്നു അപകടം. കുളപ്പുള്ളി സ്വദേശികളായ 15 വയസ്സ് പ്രായമുള്ള പ്രിൻസ്, അശ്വിൻ, ഷൊർണൂർ ഗണേശ്ഗിരി സ്വദേശി അഭിനവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. KVR സ്കൂളിൽ നിന്ന് ഒരു ബൈക്കിലെത്തിയ 3 വിദ്യാർത്ഥികൾ മുന്നോട്ട് നീങ്ങുന്നതിനിടെ നിയന്ത്രണം തെറ്റി എതിരെ വന്ന സ്വകാര്യ ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ നാട്ടുകാരാണ് വാണയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രിൻസിന് തലയ്ക്കും ഇടുപ്പെല്ലിനുമാണ് പരിക്ക്. അശ്വിൻ്റെ തലയ്ക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. അഭിനവിൻ്റെ പരിക്ക് ഗുരുതരമല്ല. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. 3 പേരും ഷൊർണൂർ KVR സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ആരോപിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് രാത്രി 12-ന് ആരംഭിക്കും. കേരളത്തിൽ ഭരണാനുകൂല പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ പ്രത്യേകമാണ് പണിമുടക്കുന്നത്. വിപുലമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ദേശീയ പണിമുടക്കിലേക്ക് കടക്കുന്നത്. അഖിലേന്ത്യാ പണിമുടക്കിൽ രാജ്യത്ത് 25 കോടി തൊഴിലാളികൾ പങ്കെടുക്കുമെന്നാണ് യൂണിയനുകളുടെ അവകാശവാദം. 24 മണിക്കൂർ പണിമുടക്ക് അർദ്ധരാത്രി ആരംഭിക്കും. സംസ്ഥാനത്ത് ഭരണാനുകൂല സംഘടനകളും പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും ഒറ്റക്കെട്ടല്ല. UDF അനുകൂല സംഘടനകൾ പണിമുടക്കുന്നത് ഇടത് ട്രേഡ് യൂണിയനുകൾക്കൊപ്പം ചേർന്നല്ല എന്നതാണ് പ്രത്യേകത. സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ പ്രതിഷേധമുയർത്താനും INTUC ഉൾപ്പെടെയുള്ള സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിലും കേരളത്തിൽ അഖിലേന്ത്യാ പണിമുടക്ക് പൂർണ്ണമാകാനാണ് സാധ്യത. എല്ലാ മേഖലകളും സ്തംഭിക്കും. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ പണിമുടക്ക് പൂർണ്ണമാകുമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. പണിമുടക്കിന് വിവിധ മേഖലകളിലെ തൊഴിലാളികൾക്ക് പുറമെ വിവിധ കർഷക സംഘടനകളും പെൻഷനേഴ്സ് യൂണിയനുകളും മറ്റ് വയോജന സംഘടനകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 തൊഴിലാളി യൂണിയനുകൾ സംയുക്തമായാണ് രാജ്യവ്യാപകമായി പ്രതിഷേധിക്കുന്നത്. കർഷകർ, ബാങ്കിംഗ് മേഖല, തപാൽ, കൽക്കരി ഖനനം, ഫാക്ടറികൾ, പൊതുഗതാഗതം എന്നീ മേഖലകളിൽ നിന്നുള്ള തൊഴിലാളികൾ പണിമുടക്കും. INTUC, ഹിന്ദ് മസ്ദൂർ സഭ, സംയുക്ത കിസാൻ മോർച്ച, INTUC, CITU, ഓൾ ഇന്ത്യ യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ സെൻറ്റർ, ട്രേഡ് യൂണിയൻ കോർഡിനേറ്റ് സെൻറ്റർ, സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷൻ, ഓൾ ഇന്ത്യ സെൻട്രൽ കൗൺസിൽ ഓഫ് യൂണിയൻസ്, ലേബർ പ്രോഗ്രസീവ് ഫെഡറേഷൻ, യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളാണ് പണിമുടക്കിൽ പങ്കുചേരുക. യൂണിയനുകൾ മുന്നോട്ട് വച്ച 17 നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ തുടർച്ചയായി അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. തൊഴിൽ നിയമം, സ്വകാര്യവൽക്കരണം, കരാർ തൊഴിൽ വ്യാപകമാക്കൽ തുടങ്ങിയ വിഷയങ്ങളിലാണ് യൂണിയനുകൾക്ക് എതിർപ്പുള്ളത്. അതേസമയം സംഘപരിവാർ സംഘടനയായ BMS പണിമുടക്കിൽ പങ്കാളിയാകില്ല. കേരളത്തിൽ KSRTC സ്വകാര്യ ബസ് സർവീസുകളും ബാങ്കിംഗ് മേഖല, തപാൽ സർവീസ് എന്നിവയും നിശ്ചലമാകും. റെയിൽ സേവനങ്ങളിലോ ബാങ്കിംഗ് സേവനങ്ങളിലോ തടസ്സമുണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല.
അവശ്യ മേഖലകൾ മാത്രമാണ് പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇടതു വലതു തൊഴിലാളി യൂണിയനുകളുടെ രാഷ്ട്രീയ പ്രേരിത പണിമുടക്ക് KSRTC ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ തള്ളിക്കളയണമെന്ന് KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി PK ബൈജു. KSRTC ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ എംപ്ലോയീസ് സംഘ് പാലക്കാട് ഡിപ്പോയിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PK ബൈജു. ഭരണക്കാരുടെ വാലാട്ടി KSRTC ജീവനക്കാരുടേതുൾപ്പെടെ കേരളത്തിലെ തൊഴിൽ മേഖലയിലെ സമ്പാദ്യവും തൊഴിലും കവർന്നെടുക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഇടത് വലതു മുന്നണികൾ പ്രതിഷേധിക്കേണ്ടതെന്നും PK ബൈജു പറഞ്ഞു. ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിലാളി ദ്രോഹ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഈ പണിമുടക്ക് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഈ പണിമുടക്കിന് വെച്ചിരിക്കുന്ന ലേബർ കോഡുകളെ പറ്റിയിട്ട് ഈ പണിമുടക്ക് നടത്തുന്നവർക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ഈ ലേബർ കോഡിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന സ്വകാര്യവൽക്കരണ നയങ്ങൾ, അതുപോലെ തന്നെ കരാർ ജോലി, ഈ കരാർ ജോലി KSRTC തുടങ്ങിയിട്ട് കാലം എത്രയായി? KSRTCയിൽ കാലങ്ങളായിട്ട് നിലനിൽക്കുകയാണ് കരാർ ജോലി. ഇപ്പോൾ K-Swift എന്ന് പറഞ്ഞ് കരാർ ജോലിക്ക് വേണ്ടി മാത്രം ഒരു സംവിധാനം രൂപീകരിച്ച കേരളത്തിലെ സർക്കാർ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും KSRTC ഉൾപ്പെടെ പണിമുടക്ക് നടത്തുന്നത്. ഇവർ ആവശ്യപ്പെടുന്നത് എന്താ? മിനിമം കൂലി 26,000 ആക്കണമെന്നാണ്. മിനിമം കൂലി 26,000 ആക്കണമെന്ന് പറയുന്ന ഈ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സർക്കാരായിട്ടുള്ള ഇടതുപക്ഷം ഭരിക്കുന്ന KSRTCയിൽ വെറും 500 രൂപയ്ക്കും 400 രൂപയ്ക്കുമൊക്കെയാണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത്. അവൻ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ 1 രൂപ അവന് പെൻഷൻ കിട്ടാത്ത സാഹചര്യത്തിലേക്കാണ് KSRTC പോകുന്നത്. 1 രൂപ പെൻഷനും കിട്ടില്ല. അതുപോലെ തന്നെ അവന് യാത്രാ പാസ് നിഷേധിക്കുന്ന ഒരു ഭരണകൂടമാണ് KSRTC ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ KSRTCയിൽ എന്തിന്റെ പേരിലാണ് ഈ പണിമുടക്ക് നടത്തുന്നത്? കേരളത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള ദേശീയ പണിമുടക്ക് മഹാമഹത്തിൽ KSRTCയിലെ ആത്മാഭിമാനമുള്ള ജീവനക്കാർക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്നും PK ബൈജു പറഞ്ഞു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് E ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M കണ്ണൻ, യൂണിറ്റ് സെക്രട്ടറി M മുരുകേശൻ, ട്രഷറർ K പ്രജേഷ് എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റ് ഭാരവാഹികളായ R ശിവകുമാർ, V രാജഗോപാൽ, A വിനോദ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ പള്ളിപ്പടി തറ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികളിൽ അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ടിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കിഴക്കുംപുറം നമസ്കാരപ്പള്ളിക്ക് സമീപമുള്ള വീടുകൾക്ക് മുന്നിലാണ് ഡ്രൈനേജ് ഇല്ലാത്തതിനാൽ ചെളിവെള്ളം കെട്ടിനിൽക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PK അശുജിത്ത് ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ ആരാധനാലയങ്ങളുണ്ട്. ഇതിലെല്ലാം ജനങ്ങൾ ദിവസവും സഞ്ചരിക്കുന്ന ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ്. ആ റോഡിന്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബാക്കിയുള്ള റോഡുകളുടെ അവസ്ഥയും മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഒരു നോക്കുകുത്തിയായി തന്നെ പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. കാരണം എന്ത് തന്നെയാണെങ്കിലും അവർ ഒരു വിചാരങ്ങളില്ലാതെ അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ലാതെ പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിസ്കാരപ്പള്ളിക്ക് സമീപമുള്ള ഈ വെള്ളക്കെട്ട്. ഈ വെള്ളക്കെട്ടിൽ നിന്നും കൂടുതലായി മഴ വരുമ്പോൾ അടുത്തുള്ള വീടുകളിലേക്കാണ് വെള്ളം പാഞ്ഞു കയറുന്നത്. റോഡ് ഉയർന്നതോടെ ചളിവെള്ളം കുത്തിയൊഴുകി 5 വീടുകൾ മലിനമാകുന്നതായും വീട്ടമ്മമാർ പരാതിപ്പെട്ടു. ഇവരുടെ കുടിവെള്ള കിണർ പോലും കലങ്ങി മലിനജലമായതായി ഉടമ വിജയലക്ഷ്മി പരാതിപ്പെട്ടു. 3 ഭാഗങ്ങളിൽ നിന്നാണ് ചെളിവെള്ളം ഒഴുകിയെത്തുന്നത്. പ്രസിഡന്റിനെ വിളിച്ചിട്ട് ഞങ്ങൾ പരാതി പറഞ്ഞു. 3 പ്രാവശ്യം പറഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ട് ഒന്നും വന്ന് ചോദിക്കില്ല. അങ്ങനെ ഇതിന്റെ ഉള്ളിലാണ് വെള്ളം വരുന്നത്. മഴ പെയ്തു കാരണം ഇവിടെ ഇതിന്റെ ഉള്ളിൽ വെള്ളം വരെ കിണർന്നിറങ്ങി അങ്ങനെ വിജിന്റെ ഒടുക്കി പോവുക.
തന്നെയാണ് കൊല്ലം ഞങ്ങൾ ഇത് ചെയ്തു. എന്നിട്ട് ഇക്ക എന്ത് ചെയ്തു, പൈസ കൊടുത്തിട്ട് ആ ചാല് 10-800 റുപ്യയും കൊടുത്തിട്ട് നേരാക്കിയിട്ടാണ് ഞങ്ങൾ കൊല്ലം ഇങ്ങനെ വെള്ളം വരുന്നത്. സമീപത്തെ 15 മീറ്റർ ദൂരത്തിൽ ചെളിവെള്ളം പോകാനുള്ള അഴുക്കുചാലുമുണ്ട്. എന്നാൽ ഇവയെല്ലാം കാലങ്ങളായി മണ്ണും ചെളിയും അടഞ്ഞു കിടപ്പാണ്. 15 മീറ്റർ ദൂരം കോൺക്രീറ്റ് ഉപയോഗിച്ച് ചെറിയ ചാൽ നിർമ്മിച്ച് നിലവിലുള്ള ചാലിലേക്ക് ഒഴുക്കിവിട്ടാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് പ്രദേശത്തുകാർ പറയുന്നത്. ഇക്കാര്യം പഞ്ചായത്ത് അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നതാണത്രേ. വീടിന്റെ ഉള്ളുകളിലൂടെയാണ് ഒഴുകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ വീഡിയോ മറ്റൊക്കെ നമ്മൾ ഈ പ്രദേശങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു. ഇതിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് മറ്റൊക്കെ പറഞ്ഞപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് ഈ ഭാഗത്ത് ഡ്രെയിനേജോ കാര്യമോ സൗകര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. ഈ വീടുകളുടെ എല്ലാം ബാക്കിലൂടെ ഒരു ചാല് പോകുന്നുണ്ട്. ആ ചാലിലേക്ക് ഒന്ന് വെള്ളം തിരിച്ചുവിടാൻ പോലും ഇവിടുത്തെ അധികൃതർ നിയമ പരിപാടികൾ എടുക്കുന്നില്ല. അപ്പോൾ ഈ പഞ്ചായത്ത് അധികൃതരും ഈ എഇമാരൊക്കെ എന്തുകൊണ്ടാണ് ഈ അശാസ്ത്രീയപരമായിട്ടുള്ള ഈ റോഡ് നിർമ്മാണത്തിനെതിരെ കണ്ണടച്ചു നിൽക്കുന്നതെന്നാണ് അറിയാത്തത്. വീടുകളിലേക്ക് വരുന്ന അഴുക്കുവെള്ളം തടയാൻ നടപടിയെടുത്തില്ലെങ്കിൽ നിർമ്മാണ പ്രവൃത്തികൾ തന്നെ തടയുമെന്ന് സമരക്കാർ മുന്നറിയിപ്പ് നൽകി. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രുതി എസ് നായർ അധ്യക്ഷത വഹിച്ചു. എം ശിവപ്രകാശ്, പി എ സക്കറിയ, പി കെ പ്രമേശ്, പി പ്രശാന്ത്, പി മുസ്തഫ, വിജയലക്ഷ്മി, നൌഫൽ, ഷരീഫ്, ടി കെ ജാസ്മിൻ, അബൂബക്കർ സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൊടകര കുഴൽപ്പണ കേസിൽ PMLA കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി BJP മുൻ തൃശൂർ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. തന്റെ വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് PMLA കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചതെന്ന് തിരൂർ സതീഷ് പറഞ്ഞു. BJP ഓഫീസിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ മെറ്റീരിയൽ എന്ന പേരിൽ ചാക്കുകെട്ടുകളിൽ പണമെത്തിച്ചു എന്നായിരുന്നു തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ. സംസ്ഥാന അധ്യക്ഷന്റെയും ജില്ലാ അധ്യക്ഷന്റെയും അറിവോടെയായിരുന്നു കുഴൽപ്പണ ഇടപാടെന്ന് വെളിപ്പെടുത്തിയെങ്കിലും പോലീസ് അന്വേഷണം സാധ്യമായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് തിരൂർ സതീഷ് തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. അന്യായം പരിഗണിച്ച കോടതി വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടെന്നും PMLA കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചുവെന്നും തിരൂർ സതീഷ് പറഞ്ഞു. ഞാനത് ഇവിടെ കൊടുത്തിട്ടുള്ള ഫയലുകൾ എല്ലാം തന്നെ PMLA കോടതിയിലും ഞാൻ കൊടുത്തിട്ട് ഈ കുറ്റക്കാർക്കെതിരെ കേസെടുത്തിട്ട് വേണ്ട ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അവിടെയായാലും ഇവിടെയും ഞാൻ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും ഞാൻ കൊടുത്ത പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ആ കഴമ്പുള്ള കാരണം കൊണ്ടാണല്ലോ ഇത് മേൽക്കോടതിയിൽ കൊടുക്കാനായിട്ട് എന്നോട് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് കാരണം കൊണ്ട് അതിലെനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നേരും നെരുവോട് കൂടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആ ഒരു സത്യസന്ധത, ആ അംഗീകാരം കുറച്ച് വൈകിയാലും കിട്ടുന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഈ കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വരും ദിവസം തന്നെ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. നേരത്തെ ED BJP നേതാക്കൾക്ക് കേസിൽ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വീട്ടിലെ പറമ്പിൽ മുരിങ്ങയില പറിക്കാൻ പോയ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കര പുലാക്കോട് വടക്കേക്കര 7 വീട്ടിൽ വിജയന്റെ ഭാര്യ 59 വയസ്സുള്ള ശാന്തയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് വീട്ടുവളപ്പിൽ മുരിങ്ങ പൊട്ടിക്കാനായി പറമ്പിൽ പോയതായിരുന്നു. അയൽവാസിയാണ് ശാന്തയെ വീടിന് സമീപം നിലത്ത് വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ വീട്ടുകാർ ചേർന്ന് ചേലക്കര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേലക്കര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഭാഗമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വീട് നൽകാൻ കഴിഞ്ഞത് നമ്മുടെ പഞ്ചായത്തിൽ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി വഴി 2021 മുതൽ നമ്മുടെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം 218 പേർക്കാണ് വീട് നൽകിയിട്ടുള്ളത്. പിന്നെ PMLA പദ്ധതി വഴി 111 വീടുകൾ നൽകിയിരുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. K ഹരി, കുമാരി ദേവി, മെമ്പർമാരായ അനിൽ, മണികണ്ഠൻ, ഷിബു, ഉണ്ണികൃഷ്ണൻ, സുജിനി എന്നിവർ സംസാരിച്ചു. VEO പദ്ധതി വിശദീകരണം നടത്തി. ഭരണസമിതിയുടെ കാലയളവിൽ നിലവിൽ ഇതുവരെ 321 വീടുകൾ നൽകുവാൻ കഴിഞ്ഞു. ബാക്കി വരുന്ന കുടുംബങ്ങൾക്ക് മുൻഗണനാ ക്രമമനുസരിച്ച് ലൈഫ് വഴി വീട് നിർമ്മിച്ചു നൽകുവാനുള്ള തീരുമാനമെടുത്തതായി സംഗമം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സാധാരണക്കാരായ സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിച്ചതിൽ കുടുംബശ്രീ വലിയ പങ്കുവഹിച്ചെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ. പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കുടുംബശ്രീ മുഖേന ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് K ബിനിമോൾ ചൂണ്ടിക്കാട്ടി. ഉൽപാദന രംഗത്തും വിപണന രംഗത്തും കുടുംബശ്രീയുടെ പ്രവർത്തനം വ്യാപിച്ചു കഴിഞ്ഞു.
സ്ത്രീകളുടെ ഒത്തൊരുമയ്ക്കും സാമൂഹ്യ പുരോഗതിക്കും ഇത് ഗുണകരമാണ്. മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് സ്ത്രീകൾ കൂടുതലായി കടന്നുവരുന്നുണ്ടെന്നും ബിനുമോൾ ചൂണ്ടിക്കാട്ടി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ കെ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ്ബ് ഭാരവാഹികളായ എസ് ശ്രീനേഷ്, നോബിൾ ജോസ്, കുടുംബശ്രീ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഭാനുരേഖ, P രമണി, ഡോക്ടർ രാജേഷ് ഓർത്തോ വിഭാഗം, ഡോക്ടർ നിമ്മി ENT വിഭാഗം, ഓഡിയോളജിസ്റ്റ് ഡോക്ടർ ഹസൻ, ICDS സൂപ്പർവൈസർ അനിത, ഭിന്നശേഷി കോർപ്പറേഷൻ കോർഡിനേറ്റർ ഗോകുൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇന്ത്യൻ കോഫി ഹൗസ് പാലക്കാട് കോട്ടമൈതാനം SBI ശാഖ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അതേസമയം ചുള്ളിയാർ പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘത്തിന് കീഴിലെ കെട്ടിടത്തിൽ കോഫി ഹൗസ് ആരംഭിച്ചതിനെതിരെ വിവിധ സംഘടനകൾ പ്രതിഷേധിച്ചു. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ നഗരത്തിലെ 3ാമത് ശാഖയാണ് കോട്ടമൈതാനം SBI ജംഗ്ഷനിൽ ആരംഭിച്ചത്. വിലക്കുറവും രുചിയും ഗുണമേന്മയുമാണ് മറ്റ് ഭക്ഷണശാലകളിൽ നിന്ന് ഇന്ത്യൻ കോഫി ഹൗസിനെ വേറിട്ട് നിർത്തുന്നത്. കോഫി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് N ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചുള്ളിയാർ പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘം പ്രസിഡന്റ് R രാമനാരായണൻ ആദ്യ വിൽപ്പന നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ഡയറക്ടർമാരായ VK ശ്രീധരൻ, R പ്രകാശൻ, വിവിധ കക്ഷി നേതാക്കളായ PV രാജേഷ്, K സൈതലവി, ശ്രീധരൻ, M അനന്തൻ എന്നിവർ പ്രസംഗിച്ചു. പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘത്തിന് കീഴിലെ കെട്ടിടം ഇന്ത്യൻ കോഫി ഹൗസിന് നൽകിയത് ക്രമവിരുദ്ധമാണെന്ന ആക്ഷേപം ഇതിനിടെ ഉയർന്നിട്ടുണ്ട്. വിവിധ സംഘടനകൾ ഇത് സംബന്ധിച്ച് പ്രതിഷേധമുയർത്തി. പിന്നോക്ക വിഭാഗ ക്ഷേമത്തിനായി മീനൂസ് എന്ന പേരിൽ ലഘുഭക്ഷണശാല പ്രവർത്തിച്ചിരുന്നു. മീനൂസിനെ നവീകരിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് പകരം കെട്ടിടം ഇന്ത്യൻ കോഫി ഹൗസിന് കൈമാറിയതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്നും സമരക്കാർ ആരോപിച്ചു. ഉദ്ഘാടന വേളയിൽ സമരം ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നാഷണൽ ജനതാദൾ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ, BSP സംസ്ഥാന സെക്രട്ടറി ഹരി അരുമ്പിൽ, PK രാജൻ, TP കനകദാസ്, പത്മമോഹൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഞ്ചാവ് കേസിലെ പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കാൻ സാക്ഷിയെന്ന നിലയിൽ ഉറച്ചുനിന്ന തൃത്താല സ്വദേശിക്ക് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ ആദരം. തൃത്താല സ്വദേശി രാജേന്ദ്രനെയാണ് DYSP ശശിധരനും ഇൻസ്പെക്ടർ PV രമേശും ചേർന്ന് ആദരിച്ചത്. കുളപ്പുള്ളി കിണറ്റൻകര മമ്മളിക്കുന്നത്ത് മുകേഷിനെ കഞ്ചാവുമായി പിടികൂടിയപ്പോൾ സാക്ഷി പറഞ്ഞയാളാണ് തൃത്താല സ്വദേശി രാജേന്ദ്രൻ. അന്നത്തെ ഇൻസ്പെക്ടർ PV രമേശും DYSP ശശിധരനും ചേർന്നാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രാജേന്ദ്രനെ അനുമോദിച്ചത്. 2017 തൃത്താല വെള്ളിയാങ്കലിൽ നിന്നാണ് മുകേഷിനെ 22 കിലോ കഞ്ചാവുമായി അന്നത്തെ തൃത്താല SI കൃഷ്ണൻ പിടികൂടിയത്. ഈ കേസിൽ സാക്ഷിയായി നിന്ന രാജേന്ദ്രൻ പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കും വരെ പോലീസിനെയും പ്രോസിക്യൂഷനെയും സഹായിച്ചു. ഞാൻ പട്ടാമ്പി CA ആയിരിക്കുമ്പോൾ തൃത്താല SI കൃഷ്ണൻ വെള്ളിയാങ്കലിൽ വെച്ച് പിടിച്ചൊരു കഞ്ചാവ് കേസാണിത്. ഷൊർണൂരിലെ TME പറഞ്ഞ ആളുടെ ഒരു മകൻ മുകേഷാണ് ഇതിലെ പ്രതി. 22 കിലോന്റെ അടുത്ത് കഞ്ചാവാണ് കൊമേഴ്സിൽ കൊണ്ടിട്ട് കാൽ സഹിതം വെള്ളിയാങ്കലിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ കൃഷ്ണൻ പിടിച്ചത്, SI പിടിച്ചത്. ഇതില് സാക്ഷിയൊക്കെ നല്ലൊരു വക്കീലിനെ വെച്ച് സാക്ഷിയൊക്കെ ധാരാളം പ്രലോഭനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും സാക്ഷിയടക്കം എല്ലാവരും ശക്തമായ നിലപാടെടുത്തുകൊണ്ട് പ്രതിക്കിപ്പോൾ കോൺഗ്രസിൽ 12 കൊല്ലം ശിക്ഷ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മുകേഷിനെ കോടതി 12 വർഷം ശിക്ഷിച്ചു. കേസിലെ സാക്ഷിയായ രാജേന്ദ്രനെ വിലപേശിയും ഭീഷണിപ്പെടുത്തിയും മുകേഷ് സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും ഇദ്ദേഹം പോലീസിനും പ്രോസിക്യൂഷനും ഒപ്പം നിന്നു. അപ്പോൾ 2017 മാസം അപ്പോൾ ഇനിയും നാടിന് മറ്റൊരാപത്ത് വരാതിരിക്കാൻ വേണ്ടി ഞാനത് കൃത്യനിഷ്ഠതയോടുകൂടി ആ സാക്ഷി എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുത്ത് പോലീസിലെയും അതേപോലെ തന്നെ കോടതിയിലും വിശ്വസ്തയോടുകൂടി ഞാൻ സാക്ഷി രേഖപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രതിയെ 16 വർഷം എന്നായിരുന്നു പത്രത്തിൽ വന്ന് വാർത്ത, ശിക്ഷിച്ചു. അപ്പോൾ ഇത്തരം ആപത്തുകൾ രാജ്യത്ത് വരാതിരിക്കാൻ എന്നെപ്പോലുള്ള ആളുകൾ മുന്നിട്ടിറങ്ങിയാൽ ഇത് നല്ലൊരു കാര്യമായിട്ട് മാറും നാളെ. കാരണം നമ്മുടെ എല്ലാ മക്കളും വളർന്നു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കഞ്ചാവിനും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾക്കും അടിമയായിട്ടാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി ഒരു സാമൂഹ്യ
പ്രചോദനത്തിന് വേണ്ടി ഞാനത് ചെയ്തു. മുകേഷ് ഇപ്പോൾ ജയിലിലാണ്. ഡിവൈഎസ്പി ശശിധരൻ, SI അനിൽ മാത്യു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സംഗീത നാടക അക്കാദമിയുടെയും കേരള കലാമണ്ഡലത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ താളവാദ്യോത്സവം നാഷണൽ റിഥം ഫെസ്റ്റിവൽ 2025 എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. കലാമണ്ഡലം മുൻ PRO V. കലാധരൻ മോഡറേറ്ററായി, ഡോക്ടർ MP വിജയകൃഷ്ണൻ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, ജയകൃഷ്ണൻ കോട്ടയ്ക്കൽ, കലാമണ്ഡലം കൃഷ്ണദാസ്, കലാമണ്ഡലം ഹരിഹരൻ, കേളി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടമലരാശാന്റെയൊക്കെ മലയാളിരാശാന്റെയൊക്കെ അസാധാരണമായ സാധകശേഷിക്ക് മുമ്പിൽ സാധക കൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷെ കഥകളി മേളക്കാരന് അത്യന്താപേക്ഷിതമായ ഇതര ഗുണവിശേഷങ്ങളും ഈ സാധകവും വാസനയും എല്ലാം ചേർന്ന് സമീകരിച്ചുണ്ടാകുന്ന ഒരു സംസ്കാരം, ഈ സമ്മേളിത കാമ്പി, അതിൽ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി ഒരുപാടോളം പ്രതിഭാശാലി എന്ന് പറയാവുന്ന ഒരു വാദ്യകാരൻ 20ാം നൂറ്റാണ്ടിന്റെ ചരിത്രം. നിരവധി കഥകളി ആസ്വാദകർ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറി IV ദാസ് അനുസ്മരണം സംഘടിപ്പിച്ചു. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ D. സിമി ഉദ്ഘാടനം ചെയ്തു. വായിച്ചിട്ടുള്ളൂ, IV ദാസിനെ ഞാൻ വായിച്ചിട്ടില്ല. നമ്മൾ പറയുമ്പോഴും അതാണ് PN പണിക്കറിൻ്റെയാണ് കുട്ടികളോട് പറയുന്നത്. അപ്പം ഞാൻ 2-3 ദിവസമായിട്ട് അദ്ദേഹത്തിനെ വായിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു നന്ദി പറയാനുള്ളത്. 2010 ഇദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനും അതേ വർഷമാണ് മരിച്ചത്. അതും പിന്നെ അച്ഛൻ്റെ കുറേ നന്മകൾ ഞാൻ ഇദ്ദേഹത്തിനും കാണുകയാണ്. കാരണം അച്ഛൻ വളരെ നല്ല സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പാവപ്പെട്ട ഒരു തടി പണിക്കാരനാണ്, പക്ഷെങ്കിൽ മറ്റുള്ളവർക്ക് വീട് കൊടുക്കുക, കട്ടിലുണ്ടാക്കി കൊടുക്കുക, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്തു. പിന്നെയുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഏരിയയിൽ പാവപ്പെട്ട വീടുകൾ വെച്ച് നോക്കുമ്പോൾ ഏരിയയിൽ ന്യൂസ് പേപ്പർ വരുത്തുന്ന ഒരേ ഒരു വീട് ഞങ്ങളുടെ വീടാണ്. എത്ര വെള്ളപ്പൊക്കമാണല്ലോ അച്ഛൻ നീന്തി തുടിച്ച് പത്രം കൊണ്ടുവരും. കാരണം അന്ന് വെള്ളപ്പൊക്കം ആകുമ്പം നമ്മുടെ മുറ്റത്തേക്കൊന്നും വരത്തില്ല. അപ്പം വഴി പോയിട്ട് കൊണ്ടുവരും. മാഷിനറിയാം, പ്രശാന്ത് മാഷിനറിയാം. എൻ്റെ അച്ഛൻ, ഞങ്ങൾ മനോരമയാണ് വരുത്തുന്നത്. മാഷിൻ്റെ വീട്ടിൽ നിന്ന് മാതൃഭൂമിയും ദേശാഭിമാനി 3 പത്രവും അവരുടെ വീട്ടിൻ്റെ മുറ്റത്ത് പോയി സിറ്റൗട്ടിൽ പോയി ആരോടും സംസാരിക്കില്ല. അച്ഛൻ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം രാമചന്ദ്രൻ D. സിമിയെ ഉപഹാരം നൽകി ആദരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K. സുരേഷ്, R. മണി, M. മനോജ്, ലൈബ്രറിയന്മാരായ CK. ഗോവിന്ദൻകുട്ടി, M. റംല എന്നിവർ പ്രസംഗിച്ചു. ലൈബ്രറി സെക്രട്ടറി KC. രാജൻ സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം ശ്രീജ ഹരിദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേച്ചേരി ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൗസിൽ ഖുറാൻ വാരത്തിന് തുടക്കം കുറിച്ചു. മൗലവി ഗുലാം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, അഹമ്മദിയ യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദ്, ബാലജനസംഘം ഭാരവാഹി അയ്യാൻ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. വാരം നാം ആഘോഷിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ എന്താണ്, വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് എന്തെല്ലാമാണ്, വിശുദ്ധ ഖുർആന്റെ പഴമുട്ടുകൾ എന്താണ് എന്നെല്ലാം നാം ചിന്തിക്കുകയും. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ഒറ്റപ്പാലം താലൂക്ക് കുടുംബസംഗമവും അനുമോദനവും കണ്ണിയമ്പുറത്തു നടന്നു. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായി കർണാടകയിലും അതുപോലെ തമിഴ്നാടും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലുമൊക്കെ ഭരണമന്ത്രിച്ച് ശക്തിപ്പെട്ടു വരുന്ന ആ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനാടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും അതിൻ്റെ സംഘടനാ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു. അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് താലൂക്ക് അടിസ്ഥാനത്തിൽ ഈ സംഘം രൂപീകരിക്കപ്പെട്ടത്. സംഘത്തിന്റെ ആവിർഭാവവും അതിൻ്റെ വളർച്ചയും അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ ആധികാരികമായി നിങ്ങളോട് സംസാരിക്കാൻ
അതിൻ്റെ സംഘടനാ നേതൃത്വവും ഭാരവാഹികളും എല്ലാം ഉണ്ട്. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു ചിക്കല്ലേൽ മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ പി വിജയകുമാർ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. ജില്ലയുടെ ചുമതലയുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കൃഷ്ണദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ അലനല്ലൂർ, കെ മണികണ്ഠൻ, ജില്ലാ സെക്രട്ടറി എൻ രാധിക തുടങ്ങിയവർ പ്രസംഗിച്ചു. വീരശൈവരുടെ അനുബന്ധ വിഭാഗങ്ങൾക്ക് ആചാരാനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും സമുദായത്തിലെ ഉപവിഭാഗങ്ങളുടെ പേരിൽ മറ്റ് സമുദായങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വീരശൈവ അനുബന്ധ വിഭാഗങ്ങളെ OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ മുൻകൈയെടുത്ത സർക്കാരിനെ യോഗം അഭിനന്ദിച്ചു. താലൂക്ക് സെക്രട്ടറി എസ് ശരത് സ്വാഗതവും ട്രഷറർ പി സന്ധ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 2025 CA പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഷൊർണൂർ നെടുങ്ങോട്ടൂർ സ്വദേശിനി പി ഗായത്രിക്ക് NSS കരയോഗത്തിന്റെ അനുമോദനം. നെടുങ്ങോട്ടൂർ NSS കരയോഗത്തിന്റെ മൊമെന്റോ പ്രസിഡന്റ് ജനാർദ്ദനൻ കിഴക്കിട്ടിൽ, സെക്രട്ടറി പ്രസാദ് കെ ഷൊർണൂർ, ട്രഷറർ പുരുഷോത്തമൻ കടമ്പാട്ട് എന്നിവർ കൈമാറി. നെടുങ്ങോട്ടൂർ NSS കരയോഗം മെമ്പർമാരായ കുരിയേടത്ത് മാധവന്റെയും പുല്ലാട്ട് മല്ലികയുടെയും മകളാണ് ഗായത്രി. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ സൂചന പണിമുടക്ക് നടത്തിയിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നത് ബസ് ഉടമകൾ ഉന്നയിക്കുന്ന മുഖ്യ ആവശ്യം. ഈ ആവശ്യത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മാറ്റോലിയിലേക്ക്. ബസ് ചാർജ് വർധന കാലാനുഗതമായ വർധന ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ നമ്മൾ ഈ കുട്ടികളുടെ അടുത്ത് ഇപ്പോഴും ബസ്സുകാർ കാണിക്കുന്ന വിവേചനപരമായിട്ടുള്ള കാര്യങ്ങൾ നിർത്തണം. കാരണം കുട്ടികൾ ബസ് കയറാൻ നിൽക്കുമ്പോൾ സ്കൂളിൻ്റെ മുകളിൽ ബസ് നിർത്താതെ പോവുക, പിന്നെ കുട്ടികൾ കയറുമ്പോൾ അവർക്ക് സീറ്റ് ഉണ്ടെങ്കിലും ഇരിക്കാൻ അനുവദിക്കാതിരിക്കുക, ഇങ്ങനെ കുട്ടികളോട് വേറെ അനുഗ്രഹത്തിൽപ്പെടുന്ന ജീവികളോട് കൂടി പെരുമാറുന്ന പോലെ ബസ്സുകാരുടെ പെരുമാറ്റം അവസാനിപ്പിക്കണം. അവർ നല്ല രീതിയിൽ പെരുമാറുക. മറ്റ് യാത്രക്കാരോട് ഉള്ള സമീപനം വിദ്യാർത്ഥികളോടും ചെയ്യണം. അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ബസ് ചാർജ് വർദ്ധിപ്പിച്ച് കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കൂടി ബസ്സിൽ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്വകാര്യ ബസ് പണിമുടക്കിന്റെ ഭാഗമായി അവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യമായ സ്കൂൾ വിദ്യാർത്ഥികളുടെ ആനുകൂല്യത്തെ ഒട്ടും അനുകൂലിച്ച് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ 5 രൂപ നിരക്കിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നുള്ളത് വളരെ ആവശ്യമുള്ള ഒന്നാണ്. അവരെ സംരക്ഷിച്ച നാടിന് മുതൽക്കൂട്ടാക്കുക എന്നുള്ളത് ഏറ്റവും ആവശ്യമാണ്. ബസ് സമരത്തിൽ ബസ്സുകാർക്ക് ആവശ്യം ഉന്നയിക്കാനുള്ള അധികാരമുണ്ടെങ്കിലും ഈ ആവശ്യത്തെ ഒട്ടും അനുകൂലിക്കാൻ എനിക്ക് കഴിയില്ല. പഠിക്കാനുള്ള അവകാശവും അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഒരു പരിധി വരെ സൗജന്യമായി തന്നെ അവരെ കാണണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. കാരണം വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ മനുഷ്യന്റെ ഒരു അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. അപ്പോൾ ബസ് ചാർജ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഇപ്പോൾ 5 രൂപ വാങ്ങുന്നുണ്ടെങ്കിൽ അത് നാളെ ഇപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുന്ന 10 രൂപ ആക്കുമ്പോൾ പിന്നെ വിദ്യാർത്ഥികൾക്ക് എന്താണ് അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കിട്ടുന്ന നീതി, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനത്തെ ഇവരെ നീതി എന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ വിദ്യാഭ്യാസം സൗജന്യമാണ് എന്നുള്ള രീതിയിൽ കാണാൻ കഴിയണം എന്നെനിക്കൊരു അഭിപ്രായം ഇല്ലാതില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യമേഖലയുടെ സത്യാവസ്ഥയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ സംബന്ധിച്ച മന്ത്രിയുടെ പ്രതികരണത്തിലൂടെ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയുടെ അവസ്ഥ വ്യക്തമായി. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ സ്വാഗതം ചെയ്ത് UDF കൺവീനർ അടൂർ പ്രകാശ്. ഒരു വാതിലും അടഞ്ഞിട്ടില്ല. LDFിലെ പല ഘടകകക്ഷികളും ഉടൻ UDFിലെത്തുമെന്നും അടൂർ പ്രകാശ്. ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കോൺഗ്രസ്. KPCC ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി ജില്ലാ താലൂക്ക് ആശുപത്രികളിലേക്ക് നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രതിഷേധ മാർച്ച്. PR വർക്കിലൂടെ ഊതിപ്പെരുപ്പിച്ച ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന വീമ്പ് പറച്ചിൽ അങ്ങേയറ്റം അപഹാസ്യമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സ്വകാര്യ ബസ് സമരം യാത്രക്കാരെ വലച്ചു. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ യാത്രാക്ലേശം രൂക്ഷമായി. അധിക സർവീസുമായി KSRTC. സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിലേക്ക് ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും മാർച്ച്. സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ട്രാൻസ്പോർട്ട് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ബസ് വ്യവസായത്തെ തകർക്കുന്നതെന്ന് സമരസമിതി. രാജ്യത്തെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് അർദ്ധരാത്രി മുതൽ. ജൂലൈ 9 അഖിലേന്ത്യാ പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ.
25 കോടി തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് സമരസമിതി. കേരളത്തിൽ ഭരണാനുകൂല പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ പണിമുടക്കുന്നത് പ്രത്യേകമായി. INTUC ഉൾപ്പെടെ UDF അനുകൂല സംഘടനകൾ സംസ്ഥാന സർക്കാരിനെതിരെയും പ്രതിഷേധമുയർത്തും. കൊടകര കുഴൽപ്പണക്കേസിൽ PMLA കോടതിയെ സമീപിക്കുമെന്ന് BJP മുൻ തൃശൂർ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. തന്റെ വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞ തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് PMLA കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചതെന്നും സതീഷ്. നേരത്തെ സതീഷ് ആരോപിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇലക്ഷൻ മെറ്റീരിയൽ എന്ന പേരിൽ BJP ഓഫീസിലേക്ക് ചാക്കുകെട്ടുകളിൽ പണമെത്തിച്ചെന്ന്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.